കാലാവസ്ഥ കൊള്ളാല്ലേ തന്നെ. ചെറിയൊരു തണുപ്പും നല്ല കോടയുണ്ട്, നല്ല വെയിലും ഉണ്ട്. കൊള്ളാം. എന്തായാലും രസകരമായിരിക്കും. ഫസ്റ്റ് ഭക്ഷണം കഴിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഇരവികുളത്തേക്കാണ്. കുറച്ച് ഒച്ച കൂടുതലുണ്ടാവും. ഇരവികുളം നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ്. മറയൂർ വഴി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ മതി. ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു. കുറേ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി അങ്ങനെയാണ്. നല്ല രസമുള്ള റോഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചം കാണുന്നുണ്ടോ? ഇരവികുളത്ത് എത്തിയിട്ട് കാണാം. ഓക്കെ. വഴിക്ക് പുറത്താണ് പാർക്ക് ചെയ്തത്. കാരണം അകത്ത് ബസ്സുള്ളത് കൊണ്ട് ബസ്സുകൾക്ക് പാർക്കിംഗ് ഉണ്ടാക്കാൻ അകത്തിരിക്കാൻ പാടായത് കൊണ്ട് നമ്മളോട് അതിൻ്റെ അകത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഏതൊരു ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അരുവിയുണ്ട്. ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാൻ ഇവിടുന്ന് അതെ 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 അതായത് ഇവിടുന്ന് പെർ പേഴ്സൺ 200 150 എത്രയാണ്? ഇന്ത്യൻ അഡൽട്സിന് 200 രൂപയാണ്. അത് നമ്മൾ 2 പേരും എടുത്തു. പിന്നെ ക്യാമറയ്ക്ക് ഒരു എക്സ്ട്രാ 100, 2 ക്യാമറയ്ക്ക് 50 100 കൊടുത്തു. അപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് എങ്ങനെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് വരിക, ഇവിടെ താഴെ നിന്ന് ബസ്സുണ്ട്. ബസ്സിന് മേലോട്ടേക്ക് പോകും. എത്ര 2 കിലോമീറ്റർ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബസ്സിന് പോയിട്ട് മേലെ കൊണ്ടുവിടും. അവിടെ നിന്ന് തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്ററിനടുത്ത് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്, നടന്ന് കാണാൻ. നല്ല രസമുള്ള വ്യൂ ആണെന്നാണ് പറഞ്ഞ് പോകുന്നത്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. 10-15 മിനിറ്റായി. ഈ ബസ് ഫുള്ളാവാണ്ട് ഈ ബസ് ഇവിടുന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ് കാര്യം. അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാനും ബസ്സുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബസ് എടുത്തു കഴിഞ്ഞാൽ പോകുന്നതായിരിക്കും നല്ല വ്യൂ നിങ്ങൾക്ക് കാണാം. ഇപ്പം ബസ് ഇവിടെ വരെ ഉള്ളൂ. ഇനിയിപ്പോൾ നടക്കണം 1 കിലോമീറ്റർ. അതെ, ഇന്നത്തെ ഫസ്റ്റത്തെ കസ്റ്റമേഴ്സ് മാത്രമേ, ട്രാവലേഴ്സ് നമ്മളാണ്. ഫസ്റ്റ് ബാച്ച്. ആരെയും കാണുന്നില്ല. എന്നെ ബ്ലൂവോ എന്നെ കൈ നോക്ക്. പൊന്നൻ്റെ മുമ്പിലേക്ക് ഇരവികുളത്തിൻ്റെ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പസ്റ്റ് ഏറ്റവും ഹൈറ്റിലുള്ള നാഷണൽ പാർക്കാണ്. അതായത് ഈ സീ ലെവൽ, അയ്യോ നമുക്ക് ഓട്ടോ വിളിക്കാൻ പറ്റും. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് വ്യൂ ഒന്ന് നോക്കിയോ. നല്ല ഫുള്ളും ടീ എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷയില്ല. അപ്പോൾ ഇതിന് വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വരയാടുകൾ, അതായത് ഇന്ത്യൻ ഗ്രേറ്റ് താർ എന്ന് പറയുന്ന വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ തുടങ്ങിയത്. ഇവിടെ നിങ്ങളെ കുറേ കാണാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് കാണാം, നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്ന് അറിയില്ല. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിന് വരയാടുകളെന്ന് പേര് വന്നത്? വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പാറ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പാറയുടെ മേലേക്ക് നിൽക്കുന്ന കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വരയാടുകൾ എന്ന്. മലയാളത്തിലുള്ള വരയല്ല. അല്ല അതിന് ഇതിന് വരയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണത്. എന്താ രസം പറഞ്ഞാൽ കാണാൻ സ്ഥലമൊക്കെ. നമ്മുടെ വരയാടുകൾ ഇതിനൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതെ, കോട നമുക്ക് പൊന്തി വരുന്നത്. ഇവിടെ എങ്ങാണ്ടൊരു ഒച്ച കേൾക്കുന്നുണ്ട്. മിക്കവാറും നമുക്ക് നമ്മുടെ ആദ്യത്തെ താറിനെ ഇപ്പോൾ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നോ തോന്നുന്നു. എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാണ്ട് സുഖമായിട്ട് പോയി ഇതേപോലെ കണ്ട് എൻജോയ് ചെയ്ത് വരാം. പക്ഷേ
നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. ഇത് നല്ല കാലാവസ്ഥ കേട്ടോ. ഡിസംബർ ഞാൻ വെച്ച് മൂന്നാർ ഭയങ്കര മെനകെട്ട കാലാവസ്ഥയായിരിക്കും, പക്ഷേ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനെ ഇതുവരെ കാണാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് താറുകൾ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ആ പാറയുടെ അവിടെ ഓക്കെ കാണുന്നുണ്ടെന്നറിയില്ല, അവിടെ 3 എണ്ണങ്ങൾ ഇരിക്കുന്നുണ്ട്. അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അതെ, ഫസ്റ്റത്തെ താറുകൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്തുനിന്ന് എപ്പോൾ കാണും നോക്കാം. ഞങ്ങൾ അവിടേക്ക് നോക്കുകയാണ്, നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാണ്ട് നിൽക്കുന്നു നിറയെ. എത്ര എണ്ണങ്ങളാ, കുറേ കൂട്ടങ്ങളായിട്ട്. എവിടെ എവിടെ? അതെ, ഞാൻ കാണുന്നുണ്ട്. ഇതാണ്ടത് കൊള്ളാം. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത് ഞാൻ കാണാതിരിക്കുന്നത് മിക്കവാറും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതാ വന്നാ നിൽക്കുന്നു. ഫ്രണ്ടില് നോക്ക്, എങ്ങോട്ടോ നോക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഇതില്ലേ ഉണ്ടാവും. അതുങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല, തുടരരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് തുറച്ച് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ താർ. നമ്മുടെ മഹീന്ദ്ര താറിന് പേര് ഇൻസ്പയർ ചെയ്ത സാധനം. നമുക്ക് തന്നെ മേക്കോട്ട് നോക്കാം തന്നെ. ഓ, എന്നെ വ്യൂവാ, പൊളി. എനിക്ക് തോന്നുന്നു ഇവിടം വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ അറ്റത്തെത്തി. സോ അവിടെ അറ്റം വരെ ഞങ്ങൾ ചെന്നു. അവിടെ ഒന്നിനെയും കാണുന്നില്ല, കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പതിയെ തിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ, അതെ, കുറച്ച് സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ സമയം കളയണ്ടല്ലോ. ഇവിടെ മാത്രം നോക്കി, ഇനി ഇഷ്ടമായ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇതാണ് എക്കോ പോയിന്റ്. അയ്യോ, നീ കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇത് തന്നെ എക്കോ പോയിന്റ്. ഇത് നോക്കി, ഒരു രക്ഷയില്ല. നമ്മള് വട്ടവടക്ക് പോകുന്ന വഴിക്കാണ്, ഒരു രക്ഷയില്ല. ഇത് നോക്ക്, ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരും. എന്നിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇവിടെ നല്ല ബ്ലൂ സ്കൈ, ഇവിടെ കോട ഇറങ്ങി വരുന്നുണ്ടോ, അതിൻ്റെ ഒപ്പം ഈ ടീ സ്റ്റേഷൻസും. ഒരു രക്ഷയില്ല, രക്ഷയില്ല. പോകുന്നില്ല, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പോകാനാ. വട്ടവട വല്ല താമസിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ വട്ടവട നിൽക്കാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ കൂടെ ഉണ്ടാവും? 5 കിലോമീറ്റർ കൂടെ. ഈ എസ്റ്റേറ്റ് ഒക്കെ വലിയ വലിയ കമ്പനികളുടെ ആയിരിക്കും അല്ലേ? കണ്ണന്തേവന്റെ ഇത് മൊത്തം അവരുടെ. അവിടെ എഴുതി കണ്ടില്ല, അതിന്റെ ഒരു എസ്റ്റേറ്റ് ഡിവിഷൻ ആണിത്. ആദ്യത്തില് ഈ തേയില റെഡിയാക്കി அது இது தாழ ரோப் வே வழியே தாழ இறக்குது. அதுக்கு அந்த ரோப் வேக்கு முந்தி இதுல ட்ரெயின் போகும். ட்ரெயின்? ஆஹா, இதுல ட்ரெயின் ரோடு. ட்ரெயின் ரோட்ல தேயிலை பறிச்சு போகும். இலையில மூணாறு போகும். അത് കണ്ണൻ ദേവൻ കമ്പനി വെള്ളക്കാരൻ, ഫാരിൻകാരൻ, അവരെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ അവരുടെ വാങ്ങിച്ചാണ് ടാറ്റക്കാര്. അവർക്കും ടാറ്റാവും കൂട്ടുകാരനാ ചെയ്തത്. சேர்ந்து அப்புறம் அவர் விலைக்கு போய் டாட்டா இப்போ டாட்டாவும் இங்க பணி செய்யற ஆட்களும் நடத்தும். ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ കേരളത്തിന്റെ തമിഴ്നാട് ഇവിടെ തന്നെയാണ് ബോർഡർ വരും. ബോർഡറിലാണ് ബോർഡർ, ടോപ്പ് സ്റ്റേഷൻ ബോർഡർ ആണല്ലേ? ടോപ്പ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയ തമിഴ്നാടാണ് അത്. இல்ல இங்க நம்ம 3 கிலோமீட்டர் போறதுக்கு இடையில போர்டு இருக்கும், வெளியே போர்டு உண்டாகும். அந்த போர்டுக்கு அப்புறത്തെ തമിഴ്നാട്. പകുതി തമിഴ്നാട്ടിലും പകുതി കേരളത്തിലായിട്ടാണ്. ஆனா ஆத்தியம் പറയുന്നത് നേരിയമംഗലം വരെ തമിഴ്നാട് എൽഗേ ഉള്ളു. അപ്പുറം എൽഗേ പിരിக்கிறപ്പോ അത് മാറിപ്പോയി അല്ലേ? അപ്പോൾ ഇവിടെയുള്ള അങ്കിള് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ
ഹിൽ സ്റ്റേഷൻ, അതായത് ടോപ്പ് ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നീട് 5 കിലോമീറ്ററും കൂടി ഉള്ളൂ വട്ടവടയ്ക്ക്. അപ്പോൾ ഹിൽ സ്റ്റേഷൻ ആദ്യം കയറണോ അത് വട്ടവട പോയിട്ട് തിരിച്ച് ഹിൽ സ്റ്റേഷനിലേക്ക് പോകണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. എന്താ ആദ്യം വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. എന്തായാലും വട്ടവട എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടൗണിൽ കൂടെ ഒരു റൗണ്ട് മൊത്തം കറങ്ങി. ഇതിന് ടൗണിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയും കടുകൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. സ്ട്രോബെറിയാണ് മെയിൻ കൃഷി. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇതാണ് വ്യൂ പോയിന്റ്. മാപ്പിൽ മെൻഷൻ ചെയ്ത വ്യൂ പോയിന്റ് ഇതാണ്. നിങ്ങൾക്കൊരു വ്യൂ കാണാം ഇവിടുന്ന്. ഇങ്ങനെ ടെറസ് സ്റ്റെപ്പായിട്ടാണ് ഇത് ഫാം ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ പല വീഡിയോസിലും കണ്ടൊരു സാധനം നേരിൽ കണ്ടു. അതായത് ഈ വലിയ എന്താ വെയിറ്റ് കെട്ടിയിട്ട് ഈ ജീപ്പിനകത്ത് കെട്ടിയിട്ട് ഫ്രണ്ടിൽ 2-3 പേര് ഇരുന്ന് കയറ്റൊക്കെ ഇരച്ച് കയറി വരുന്നത്. ഇവിടുത്തെ ദേശീയവാഹനം, ഇവിടെ മൂന്നാർ ദേശീയവാഹനം എന്ന് പറഞ്ഞാൽ ജീപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കണം വേറെ എന്തെങ്കിലും ഉണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെള്ളച്ചാട്ടം നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ അവിടെയും കൂടെ നമുക്ക് പോകാം. എന്തായാലും വട്ടവട നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലത്തിൽ നിന്ന് നമ്മൾ ടിക്ക് ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ. അതെ, മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ട്. 3 കിലോമീറ്റർ വെള്ളച്ചാട്ടം. ഇവിടുന്ന് നേരെ നമുക്ക് എങ്ങനെ താഴോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഒരു 5 കിലോമീറ്റർ നമ്മൾ കയറ്റം കയറി നമ്മൾ എത്തിയ സ്ഥലമാണ്. ഒരു രക്ഷയില്ല. നമ്മൾ അവിടുന്ന് കണ്ട മലമണ്ടയുടെ ഏതാണ്ട് അതാ ആ വണ്ടിയുടെ അവിടുന്ന് നമ്മൾ വന്നാണ് നമ്മൾ എത്തിയത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ വട്ടവട അറ്റ് 1 glance. ഇനിയിപ്പോൾ നമ്മുടെ അങ്കിൾമാർ പറഞ്ഞത് ഇവിടുന്ന് 3 കിലോമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്താമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഒരു 7 കിലോമീറ്റർ എത്തിയാൽ തിരിച്ച് വട്ടവട നമ്മളെത്തും. ഓക്കെ, ഫൈനലി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലയും കോടയൊക്കെ കാണുന്നുണ്ട്. നോക്കാം. ഈ കാണുന്നതാണ് ചിലന്തിയാർ വാട്ടർഫോൾസ്. അവിടേക്ക് പോകാൻ പറ്റും. അവിടം വരെ പോകാൻ പറ്റും. അവിടെ ആരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കാടിൻ്റെ അകത്തൊരു മുനിമാർ തപസ് ചെയ്യുന്ന സ്ഥലം പോലെ. നല്ല ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഒലിച്ച് അങ്ങോട്ട് പോയി അവിടെ ചാടുന്നു. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇവിടുന്ന് രക്ഷയില്ല കേട്ടോ സംഭവം കാണാൻ. എന്നാ വാ, മുന്നിട്ട് പോകുന്നുണ്ട്. വലിയ വാട്ടർഫോൾസ് ഒന്നുമല്ല, ചെറിയ വാട്ടർഫോൾസാണ്. വലിയ ഇതൊന്നുമില്ല സംഭവം, വലിയ വലിപ്പമൊന്നുമില്ല. ആ മലയുടെ 2 ഇടയിലൂടെ ഒരു വാട്ടർഫോൾസ് കൊള്ളാം. അപ്പം ഞങ്ങളിനി ഇവിടെ നിന്ന് വട്ടവടയിൽ നിന്നും വിടുകയാണ്. ഞങ്ങൾ നേരെ തിരിച്ച് മൂന്നാറിന് പോവുകയാണ്. സോറി ടോപ്പ് സ്റ്റേഷനുണ്ട്. ടോപ്പ് സ്റ്റേഷനിലേക്കാണ് ഇനി പോകുന്നത്. അതും കൂടെ കണ്ടിട്ട് നേരെ മൂന്നാർ വിടുക. ഇന്നത്തെ ദിവസം അപ്പോഴത്തേക്ക് ഏതാണ്ട് കഴിയും. പക്ഷെ അതിന് മുമ്പ് ഇതുവരെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. വല്ലതും കഴിക്കണം. കഴിച്ചിട്ട് ടോപ്പ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ വിചാരിക്കുന്നത്. കാരണം അവിടെയും കുറേ ഇറക്കമുണ്ട്, ഇതേപോലെ കയറ്റമൊക്കെ ഉണ്ട്. മടുത്ത് ഊപ്പാടലായി പോകും. അപ്പോൾ ഭക്ഷണം ആദ്യം കഴിക്കാം, എന്നിട്ട് നേരെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്തോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഈ കാണുന്ന ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇത് മൊത്തം തമിഴ്നാട് ഏരിയ ആണ് കേട്ടോ. എന്നാൽ നമ്മൾ
വട്ടവട എന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ, അതിൻ്റെ എൻട്രി പോയിന്റിൻ്റെ അവിടെ നിന്ന്. വട്ടവടയിൽ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ആ ചെക്ക് പോസ്റ്റിന് അവിടെ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. ഒരു ചെറിയ സുവനീർ ഷോപ്പുകളുടെ ഉള്ളിലൂടെയാണ് നമുക്ക് വേണ്ടത്. ഇത് ഏറ്റവും ദിവസം അറിയോ, ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ താഴോട്ട് നടക്കണം എന്ന് പറയാം. പിന്നെ നടക്കാണ്ട് എന്നാലും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുള്ളൂ. അതിലൊരു 200 മീറ്റർ നടന്നു എൻ്റെ അകത്ത് കൂടെ. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. വാച്ച് ടവറിൽ കയറിയിട്ട് നമുക്ക് ഇതാക്കാം. എന്നിട്ട് താഴോട്ട് 100 മീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മറ്റേ മീശപ്പുലിമലയും മറ്റേ കൊളുക്കുമലയും കാണാൻ പറ്റുമെന്നാണ് കേട്ടത്. നമുക്കിത് ഇവിടെയാണിപ്പോൾ. അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം താഴോട്ടേക്ക് ഇനിയും പോകണമെങ്കിൽ. നമുക്കിവിടെ നിൽക്കുന്ന എടുക്കണം. അപ്പോൾ ഈ കാണുന്നതിൽ ഏതൊക്കെയോ ഒന്നാണ് പറഞ്ഞാൽ കൊളുക്കുമലയും മീശപ്പുലിമലയും കേട്ടോ. അതേതാണെന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ ഇതിൽ മീശപ്പുലിമലയും കൊളുക്കുമലയും ഒക്കെ ഏതാ? ഓ അവിടെ മൊത്തം മഞ്ഞ് കിടക്കാണല്ലേ. ആ ഓക്കെ, ആ കാണാം, അതാണ് മീശപ്പുലിമല. ആ പൊന്നാ കണ്ടോ, അവിടെ തന്നെയാണ് കൊളുക്കുമല. അത് തന്നെയാ. ആ ഇത് കണ്ടോ, ആ താഴെ കണ്ടോ, അവിടം വരെ പോകാൻ പറ്റും. ഒന്നും കാണുന്നത് എത്ര പെട്ടെന്ന് തന്നെ കോട കയറുന്ന നോക്ക്. അവിടെ ആ കാണുന്ന ആ മഞ്ഞ് മൂടി കിടക്കുന്നതാണ് മീശപ്പുലിമലയും, അതിൻ്റെ കൂടെ കൊളുക്കുമലയും. അപ്പുറത്തില്ലേ അവിടെ ആ കാണുന്ന മഞ്ഞ് മൂടി കിടക്കുന്ന ഒന്നും കാണുന്നില്ല. എന്തായാലും അവിടെ ഒരു വട്ടം വരണം. അവിടേക്ക് സെപ്പറേറ്റ് ആയിട്ട് വരണം. കൊളുക്കുമലയും മീശപ്പുലിമലയും മാത്രം കാണാൻ പാകത്തിന് വരണം. ചുമ്മാ വെറുതെ സമയം കളയാൻ വരാം, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി വീണ്ടും നമ്മുടെ ആ അപ്പാപ്പൻ്റെ കടയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ കണ്ടിട്ട് വട്ടവടയുടെ അവിടെയുള്ള ടോപ്പ് സ്റ്റേഷനും എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. വൺ ഡേ ഞങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്തതിൽ കൂടുതൽ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ഫസ്റ്റ് ഇരവികുളം പോയി. ഇരവികുളം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വന്നത്? ഇരവികുളം കഴിഞ്ഞിട്ട് മാട്ടുപ്പെട്ടി ഡാം കണ്ടു. അതിനു മുമ്പ് മാട്ടുപ്പെട്ടി ഡാമിന് മുമ്പ് ആ മറ്റേ ഫോട്ടോ സ്റ്റേഷൻ കണ്ടു. നമ്മുടെ മറ്റേ എന്താ പറയുക കണ്ണൻദേവൻ്റെ ഫോട്ടോ പോയിന്റ്, അത് തന്നെ, അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്കോ പോയിന്റ് കണ്ടു. അവിടെ നമ്മൾ കുറേ കൂക്കി. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഏത് കണ്ടു? കുണ്ടള ഡാമും കണ്ടു. ഡാം കണ്ട് നമ്മൾ ഇത്രയും നല്ല കണ്ണൻദേവൻ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 5-8 കിലോമീറ്റർ കയറി നമ്മൾ വട്ടവട പോയിട്ട് വട്ടവട എക്സ്പ്ലോർ ചെയ്ത് വട്ടവടയിലൂടെ ഒരു വാട്ടർഫോൾസ് കാണാമെന്നുള്ള പേരിൽ ഒരു മലയുടെ മണ്ടയിൽ ഞങ്ങൾ കയറി വഴിതെറ്റിപ്പോയതാണ്. എന്നാലും അത് ഭയങ്കര വർത്തിട്ടായിരുന്നു. കാരണം വാട്ടർഫോൾസിനെക്കാട്ടിലും 100% ബെസ്റ്റായിരുന്നു ഇത് ആ ഹിൽ വ്യൂ. അതൊരു രക്ഷനായി, ഭയങ്കര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാട്ടർഫോൾസ് കണ്ടു, കുറേ കുറുക്കുവഴിയിലൂടെ വന്ന് പിന്നെ തിരിച്ച് വന്ന് ഇപ്പോൾ അവസാനമായിട്ട് ടോപ്പ് സ്റ്റേഷനും കണ്ടു. ടോപ്പ് സ്റ്റേഷനും കണ്ട് ഭക്ഷണവും കഴിച്ചു. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭക്ഷണമൊന്നുമില്ല. നമ്മൾ റൈഡേഴ്സിൻ്റെ എപ്പോഴും ഇഷ്ടപ്പെട്ട ഫുഡായിട്ടുള്ള, റൈഡിന് മുമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മാഗിയാണ് ഞങ്ങൾ കഴിച്ചത്. അതെ കണ്ടോ, കോട വന്ന് നമ്മൾ ദേവികുളം ഇവിടുന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ കൂടെ പോയാലാണ് ദേവികുളം പഞ്ചായത്ത് കഴിഞ്ഞ് അപ്പുറേക്ക് നമ്മൾ കയറുന്നത്, വട്ടവട അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അവിടെ ഏറ്റവും ദിവസം കറക്റ്റ് ആ ബോർഡർ കഴിഞ്ഞാൽ ഫുള്ളും കോടയാണ്. ഈ കാലാവസ്ഥയല്ല, വെയിലൊന്നും കാണൂല. അതാണ് കണ്ടോ, ഇപ്പോൾ അവിടുന്ന് വരുന്ന കോടയാണ് കാണുന്നത്. ഇറങ്ങി വന്ന് ഇപ്പോൾ ഇത് മൂടാൻ പോവാണ്. ഇപ്പോൾ വെയിൽ പോകും. അപ്പോൾ ഇവിടുന്ന് ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ വട്ടവടയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചെന്താണ്, വട്ടവട ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നൊരു സാധനമാണ് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറിയുടെ ജാം, അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്മ അവിടെ ഒന്നും വിറ്റ് പോകാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് വില പേശി അമ്മയുടെ ഒന്ന് 2 ജാം വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തായാലും രസകരമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അല്ല എന്നാ. ഓക്കെ, എന്നാൽ ശരി, പീസ്, ബൈ.